എന്തേ സമസ്തന്റെ പ്രസിഡന്റ് നിങ്ങൾക്ക് അറിയോ? കണ്ണിയത്തിന് മമ്പാട്ട് കൊണ്ടുവന്നു മയക്ക് തുറക്കാൻ. മയക്ക് തുറക്കാൻ വേണ്ടി കണ്ണിയത്തിന് വയറിൽ പിറ്റേന്ന് മയക്ക് തുറക്കാൻ വേണ്ടിയിട്ട് കണ്ണിയത്തിന് കൊണ്ടുവന്നു. അപ്പോൾ കണ്ണിയത്ത് വയറിൽ പറഞ്ഞു, ഇന്ന് തുറക്കൂലാണ്, നാളെ മറ്റന്നാളും പിറ്റന്നാളും നോമ്പ് വെച്ചോളെന്ന് പറഞ്ഞു. നോമ്പട വെച്ചു. അവസാന ദിവസം നാക്കാലിയും കൊണ്ട് വരാൻ പറഞ്ഞു. കണ്ണിയത്തിനോട് പറഞ്ഞു, എന്റെ നാക്കാലിയാണ് കൊണ്ടി. നാക്കാലിയാണ് കൊണ്ടുവന്നു. കണ്ണിയത്താണ് പറഞ്ഞു. അപ്പം മഴ കൊണ്ടാണ് പോയി. അതാണടാ കണ്ണിയത്ത്, അതാ എനിക്ക് തെളിവ്. ഇവലൊക്കെ മുബത്തദീങ്ങളും ഇവലൊക്കെ ഖുറാഫികളും ആണെങ്കിൽ അതല്ലടാ നല്ലത്. ഓലൊക്കെ മൗലിദ് ഓതിയിട്ട് നരകത്തിൽ പോകുകയാണെങ്കിൽ ആ നരകത്തിലുള്ള എന്തിനാണ് ഓടിക്കുക? ഈ അന്തംഗമ്മികൾ പോകുന്ന സ്വർഗത്തിനേക്കാൾ നല്ലത് നരകത്ത് പോലെയല്ലേ ഞങ്ങൾ. അപ്പോ നിങ്ങൾ ഞാൻ അവിടെ കാത്താൽ മതി. അങ്ങനെയാണെങ്കിൽ കണ്ണിയത്തും വാളക്കുളവും ഒക്കെ നരകത്തിലാണെങ്കിൽ നിങ്ങൾ ഞാൻ അവിടെ കാത്താൽ മതി. ഞാൻ ഇവിടക്ക് വരൂല, അവിടെ പോയിക്കൊണ്ട് അവരെ കൂടെ നിൽക്കലാണ് സ്വർഗം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എനിക്കൊന്നും തിരിയുന്നില്ല. എനിക്കിപ്പോൾ അന്തം പോയി. പണ്ട് വർഷമൊക്കെ കിട്ടിയിരുന്നു, ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, റിയാക്ടിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. റഹ്മത്തുള്ള കാസിമി ഇവിടെ പറയണത് കണ്ണിയത്തൊക്കെ നരകത്തിലാണെങ്കിൽ അമ്മക്കും നരകത്ത് പോയി ചാടാം എന്നാണ് പറയുന്നത്. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയുവാനുള്ളത്. ഒന്ന്, ഈ മനുഷ്യന് നരകം എന്താണെന്ന് ഇത്രയും കിതാബോധി പഠിച്ചു, ഇത്രയും നാളും പ്രായമായി, എന്നിട്ടും നരകം എന്ന് പറയുന്ന ഭയാനകമായ ആ ഒരു കാര്യം എന്താണെന്ന് ഈ സാധു മനുഷ്യന് അറിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്തൊന്നാണോ ഈ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത് അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കണ്ണിയത്ത് പ്രസംഗിക്കാൻ വന്നപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കൂലെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. നോമ്പെടുത്തോളി എന്നാണ് പറഞ്ഞത്. പ്രിയ സഹോദരന്മാരെ, മഴയില്ല, നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് നോമ്പൊക്കെ എടുക്കാം. നമ്മൾ കൂട്ടമായിട്ട് നോമ്പൊക്കെ എടുക്കാം. നോമ്പെടുക്കുന്നത് തെറ്റ് എന്നൊന്നും അല്ല പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുവാനും പ്രാർത്ഥിക്കുവാനുമാണ്. അതുപോലെ തന്നെ ആസാറു സ്വഹാബയിൽ നോക്കുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഇവർ ഒരു കഥ കോട്ടിമാട്ടി കൊടുന്നിട്ട് ഉമർ റളിയല്ലാഹുവിൻ്റെയും ഹാരിസ് ബിൻ മുസ്നീർ റളിയല്ലാഹുവിൻ്റെയൊക്കെ ആ ഒരു ചരിത്രത്തിലേക്ക് കൊണ്ടുവരാറുണ്ടല്ലോ. ആ സമയത്ത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അതികഠിനമായ ഒരു വരൾച്ചയുണ്ടായി. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന പോലെ തന്നെ കന്നുകാലികൾ ചത്തൊടുങ്ങുകയും അതുപോലെ കൃഷിയൊക്കെ നശിക്കുകയും വിള നശിക്കുകയൊക്കെ ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ട വയോധികനായ ഒരു സ്വഹാബി, ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്നി എന്ന് പറയുന്ന സ്വഹാബി ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിസ്കരിക്കുവാൻ അള്ളാഹുവിൻ്റെ റസൂല് മനാമിലൂടെ അറിയിച്ചു എന്നുള്ളതാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്നി എന്ന് പറയുന്ന സ്വഹാബി വര്യൻ വന്ന് പറഞ്ഞത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അന്നത്തെ ഖലീഫയാണ്, അള്ളാഹുവിൻ്റെ വലിയാണ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്തയെ അറിയിക്കപ്പെട്ട മഹാരഥനാണ്. എന്നിട്ടും നോമ്പെടുക്കാനല്ല പറഞ്ഞത്. അവിടെ നിസ്കരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാനും നിസ്കരിക്കുകയും മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരവും അത് കഴിഞ്ഞ് അള്ളാഹുവോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവർ പറഞ്ഞു കൊടുക്കുന്ന നിങ്ങൾ നോമ്പെടുത്തോളിയെന്ന്. എന്നിട്ട് പ്രാർത്ഥിച്ച ഉടനെ തന്നെ മഴ പെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീടാണ് ജഹാലത്തിൻ്റെയും കുഫറിൻ്റെയും വാക്കുകൾ അവരുടെ വായിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, എൻ്റെ ഉസ്താദ് നരകത്തിലാണെങ്കിൽ ഞാനും നരകത്തിലാണ് എന്ന് പറയുന്ന ഈ ആളുകൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു ഹദീസ് ഉണ്ട്. അള്ളാഹുവേ എൻ്റെ പിഞ്ചോമനെ, ഇന്നിവിടെ നാട്ടിൽ എൻ്റെ ജീവൻ എടുത്തിട്ടാണെങ്കിലും എൻ്റെ മകന് നീ ആയുസ് നീട്ടി കൊടുക്കണേ അള്ളാഹുവേ എന്ന് പറയുന്ന മാതാപിതാക്കൾ ഇല്ലേ? നമ്മുടെ മകന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന, അറിയാതെ പ്രാർത്ഥിച്ചു പോകുന്നൊരു കാര്യമാണത്. എൻ്റെ മകൻ്റെ അസുഖം നീ ശമിപ്പിക്കണേ എന്നതിന് അപ്പുറമായിക്കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ ആ ഒരു സാഹചര്യം, അവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അള്ളാഹുവേ എൻ്റെ ആയുസ് എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല,
എൻ്റെ മകന് മാരകമായ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എൻ്റെ മകന് നീ ആയുസ് കൊടുക്കണേ അല്ലാഹുവേ എന്ന് പറയുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. അത് ഇവിടെയുള്ള മാനുഷികമായ ആ ഒരു കാര്യമാണ് സഹോദരന്മാരെ. ഇവിടെയുള്ള ഈ ദുനിയാവിൽ ഈ മക്കളോടുള്ള പ്രിയത്തിൻ്റെയൊക്കെ കാര്യമാണ്. നാളെ മഹ്ശറയിൽ നിൽക്കുമ്പോൾ നരകത്തിലേക്ക് എറിയാൻ നിൽക്കുന്ന സമയത്ത് ആ മാതാപിതാക്കൾ പറയും, അല്ലാഹുവേ എൻ്റെ ഇന്ന മക്കളെ നീ നരകത്തിലിട്ടിട്ട് അല്ലാഹുവേ എന്നെ നീ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് പറയുന്ന മാതാപിതാക്കളുള്ള അല്ലേ. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യം, നരകം ഭയാനകമാണ് സഹോദരന്മാരെ. ഈ മുസ്ലിയാക്കന്മാർ ഞങ്ങൾ ഉസ്താദന്മാരൊക്കെ നരകത്തിലാണെങ്കിൽ ഞങ്ങൾ നരകത്തിൽ ചാടിക്കോളാന്ന് പറയണേ, സ്വന്തം മക്കളെ നരകത്തിൽ കിട്ടിട്ടാണെങ്കിലും വേണ്ടില്ല അല്ല ഞങ്ങളെ രക്ഷിക്ക് എന്ന് പറയുന്ന അവസ്ഥയാണ് അവിടെ എന്നുള്ളത് ഇവർ പഠിച്ചതാണ്. പക്ഷേ ഇവർ ഈ തൽക്കാല ദുനിയാവിന് വേണ്ടിയിട്ട് ഈ ഹുബ്ബുദ്ദുനിയ മൂത്തിട്ട് ഈ ദുനിയാവിനോടുള്ള അത്യാർത്തി മൂത്തിട്ട് ഇവർ ഇതുപോലെയൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ചെറിയ വീഡിയോ ആണ്, വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള ആ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ പറയപ്പെട്ട മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ ഇയാൾ പെട്ടെന്ന് ഏതെങ്കിലും പ്രസ്ഥാനത്ത് പോയതൊന്നുമല്ല. തീജാനി ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ഇവരുടെ ത്വരീഖത്ത് മാർഗങ്ങളിൽ വ്യവസായങ്ങളിൽ പെട്ട ഒന്നാണ് തീജാനി ത്വരീഖത്ത്. ഇവർക്ക് ത്വരീഖത്തില്ലെങ്കിൽ ഇവരില്ല. ഏതായാലും ഈ മുസ്ലിയാർ പറയുന്ന ഇതുപോലെയുള്ള വിവരം കെട്ട വാക്കുകൾ എവിടെയെങ്കിലും ആരെങ്കിലും തിരുത്തുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ നമ്മെപ്പോലെയുള്ള തൗഹീദിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളല്ലാതെ മനസ്സിലാക്കുക, തിരിച്ചറിയുക. അള്ളാഹു ഇതുപോലെയുള്ള ഷർറിൽ നിന്ന് നമ്മെ തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുവാനുള്ളത്. ദുആ വസിയത്തോടെ നിങ്ങളുടെ സ്വന്തം മൻസൂർ മണ്ണാർക്കാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന ആയത്തിന് ഞാൻ ഒരുപാട് കാലം കേരളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ 2 കൊല്ലത്തിനിടയിൽ ഒരർത്ഥം കണ്ടെത്തി. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ, ഈ ദിക്റിനെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, യൂറോപ്പിൽ നിന്നും ഞാൻ ആ ദിക്റിനെ അന്ത്യനാൾ വരെ സംരക്ഷിക്കും എന്നായിരിക്കും അതിനർത്ഥം. എന്തുകൊണ്ട്? ലോകത്ത് വന്ന എല്ലാ സ്പിരിച്വൽ വേദഗ്രന്ഥങ്ങളെയും നശിപ്പിച്ചത് യൂറോപ്പ് മാത്രമാണ്. യൂറോപ്പ് എനിക്കൊന്നും തിരിയുന്നില്ല. എനിക്കിപ്പോൾ 2 വർഷമൊക്കെ കിട്ടി മനസ്സിലാവുന്നില്ല.